പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സമയം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ സമാധാനവും സന്തോഷവും സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശയ്യായുടെ പുസ്തകം 49 അധ്യായം 16 തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന എല്ലാവരോടുമായിട്ടാണ് ദൈവം ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ലാതെ സകലരോടും നമ്മുടെ സൃഷ്ടാവായ ദൈവം പറയുകയാണ്, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാം: നല്ലവനായ ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ ഉള്ളം കയ്യിൽ സംരക്ഷിക്കുന്നതിന് ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹവും കൃപയും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയം നമ്മൾ ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന ആവശ്യമായ ഒരു മേഖലയാണ്. ബാല്യ കൗമാര കാലഘട്ടങ്ങളിൽ ഒരു കുഞ്ഞ് വളരേണ്ട മേഖലകളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, ഒരു കുഞ്ഞ് വളരേണ്ട മേഖല എപ്രകാരമായിരിക്കണമെന്ന് തിരുവചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ കാര്യത്തെ ഒരു സംഭവത്തിലൂടെ അല്പം വ്യക്തമാക്കാൻ ഞാൻ ശ്രമിക്കാം. ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ വന്ന ഒരു കുട്ടി, അവൻ്റെ പേര് ബിനോയ്. അവൻ പറഞ്ഞതാണ്, അവൻ്റെ പേരൊക്കെ പറയണം, എവിടെയെല്ലാം ശുശ്രൂഷകളുണ്ടോ അവിടെയെല്ലാം അവനെക്കുറിച്ച് ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഈ ബിനോയിയെ കൂട്ടിക്കൊണ്ടുവന്നത് അവൻ്റെ പരിചയത്തിലുള്ള ഒരു സിസ്റ്ററാണ്. 17 വയസ്സുണ്ട് ബിനോയ്ക്ക്. ഈ ബിനോയ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവൻ്റെ സ്വന്തം വീട്ടിൽ നിന്നല്ല, അവൻ്റെ ഒരു അമ്മാവൻ്റെ അങ്കിളിൻ്റെ വീട്ടിലാണ് അവൻ താമസിക്കുന്നത്. ഒത്തിരിയേറെ അരിശവും ദേഷ്യവും അവൻ്റെ കുടുംബ അംഗങ്ങളോട് ഇവനുണ്ട്, പ്രത്യേകിച്ച് അവൻ്റെ അപ്പനോട്. ധ്യാനത്തിൻ്റെ ആദ്യ ദിവസമൊക്കെ വളരെ മല്ലിട്ടാണ് ബിനോയ് ഇരുന്നത്. എന്നാൽ സാവധാനം ദൈവത്തിൻ്റെ ആത്മാവ് അവനെ സ്പർശിക്കാൻ തുടങ്ങി. നല്ലൊരു കുമ്പസാരമൊക്കെ അവൻ നടത്തി. ഇതിനിടയിൽ അല്പസമയം സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചപ്പോൾ ഞാൻ ബിനോയിയോട് സംസാരിച്ചു. ഈ 17 വയസ്സുള്ള ഈ മിടുക്കനായ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ, ഇവൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരി ദുഃഖഭാരം. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തുകൊണ്ട് നിൻ്റെ വീട്ടിൽ നീ നിൽക്കുന്നില്ല? അവൻ പറഞ്ഞു, എനിക്കെൻ്റെ വീട് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, ഇഷ്ടമല്ല എന്ന് പറയാൻ നിനക്കവിടെ എന്താണ് കുറവ്, എന്താണ് പോരായ്മ? ഉടനെ അവൻ പറഞ്ഞു, അച്ഛാ, ഉള്ള കാര്യം പറയാമല്ലോ, ബാക്കി എല്ലാവരെയും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മയുണ്ട്, 2 സഹോദരങ്ങളുണ്ട്, ഒരു അനുജനുണ്ട്, അനുജത്തിയുണ്ട്, അവരെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അപ്പനെ ഇഷ്ടമല്ല, അപ്പനോട് എനിക്കിഷ്ടമല്ല. ഞാൻ അവനോട് ചോദിച്ചു, അപ്പനോട് ഇഷ്ടമല്ലാതിരിക്കാൻ എന്താണ് കാരണം? അപ്പോൾ അവൻ എന്നോട് 2-3 കാരണങ്ങൾ 1, 2, 3 എന്ന പോലെ അവൻ നിരത്തി വെച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം, അച്ഛാ, ഞാൻ എന്ത് ചെയ്താലും അപ്പൻ കുറ്റം പറയും. ഞാൻ എന്ത് ചെയ്താലും ഞാൻ കുറ്റം പറയും. അച്ഛാ, ഇത് ഇന്നലെ തുടങ്ങിയതല്ല, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ. ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ അപ്പൻ എന്നെ കുറ്റം പറയും. കുറ്റം പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയും, നിൻ്റെ ഇളയതുങ്ങൾ 2 അവരെ നോക്കി പഠിക്കുക. എന്നെ എപ്പോഴും താരതമ്യപ്പെടുത്തുന്നത് എൻ്റെ ഇളയ 2 സഹോദരങ്ങളെ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അപ്പം പറയും, എടാ, നിൻ്റെ പ്രായത്തിലുള്ള മറ്റു ചില കുട്ടികളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുണ്ടല്ലോ, നീ അവരെ നോക്ക്. അച്ഛാ, ഞാൻ നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും എനിക്ക് വീട്ടിൽ കിടക്കപ്പുറതിയില്ല. എൻ്റെ അപ്പൻ എപ്പോഴും എന്നെ ശകാരിക്കും. ഇടയ്ക്ക് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ജനിച്ചതിനെ ഓർത്തുകൊണ്ട് ഞാൻ സങ്കടപ്പെടുന്നു, നീ എൻ്റെ മകനാണോടാ? ഇങ്ങനെയുള്ള ചില വാചകങ്ങൾ അച്ഛാ എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ അപ്പന് എന്നോട് അരിശമാണ്, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അപ്പനോട് അരിശമാണ്. രണ്ടാമത്തെ കാര്യം, അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 2 സഹോദരങ്ങളുണ്ട്, അനുജനും അനുജത്തിയും. അവരെ എൻ്റെ അപ്പന് ഇഷ്ടമാണ്. അവരുടെ കാര്യങ്ങളൊക്കെ അപ്പൻ വേണ്ട വിധത്തിൽ ചെയ്യും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, അവരെ കണ്ടു പഠിക്കാൻ പറയും. എപ്പോഴും എൻ്റെ അപ്പൻ
താരതമ്യപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യും. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, എൻ്റെ അപ്പൻ്റെ മകൻ തന്നെയാണോ ഞാനിത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, നീ അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നിങ്ങനെ എപ്പോഴും പറയും. അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാത്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ എൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ്. അവിടെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്നിട്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത്. വല്ലപ്പോഴും വല്ല വിശേഷ അവസരത്തിൽ ഞാൻ വീട്ടിൽ ചെല്ലും, അത്രമാത്രമേ ഉള്ളൂ. എൻ്റെ ആഗ്രഹം എന്താണെന്ന് അച്ഛനറിയോ? ഞാൻ പഠിക്കും. ഞാൻ പഠിച്ച് വളർന്ന ഉന്നത നിലയിലെത്തും. ഇഷ്ടംപോലെ പണം സമ്പാദിക്കും. എന്നിട്ട് ഈ പണവും എൻ്റെ ജീവിതത്തിൻ്റെ ഈ അംഗീകാരവും ബഹുമതിയൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കും. എൻ്റെ അപ്പനോട് ഞാനന്ന് സംസാരിക്കും. അപ്പൻ എന്നെ വേണ്ടായിരുന്നല്ലോ, എന്നാൽ ഞാനിത് സമ്പാദിച്ചിരിക്കുന്നു. ബിനോയ് ഇത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട്. ഇതെല്ലാം അവൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളോടും കൂടെ പറഞ്ഞെങ്കിലും അവസാനം എത്തിയപ്പോഴത്തേക്ക് അവൻ പൊട്ടിക്കരഞ്ഞു. ആ മേശപ്പുറത്ത് തല കുമ്പിട്ടിട്ടിരുന്ന് പറഞ്ഞു, എൻ്റെ അപ്പനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ, അത്രമാത്രം സങ്കടം എൻ്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വയ്ക്കുമ്പോൾ ഇതൊരൊറ്റപ്പെട്ട ബിനോയിയുടെ അനുഭവമല്ല. എന്നെ കേൾക്കുന്ന അനേക കുടുംബങ്ങളിൽ അനുഭവപ്പെടുന്ന ജീവിതത്തിൻ്റെ ദുരന്തമാണ്. അനേക കുട്ടികൾ കുടുംബം ഒരു നരകമായി അനുഭവപ്പെടുന്നു. ഇതെല്ലാ കുടുംബങ്ങളിലും ഇങ്ങനെയാണെന്ന് ഞാൻ ജനറലൈസ് ചെയ്യല്ല, മറിച്ച് ഒരുപക്ഷെ ചില മേഖലകളിൽ ധ്യാന വിഷയമാക്കേണ്ടതുണ്ടെങ്കിൽ ധ്യാനിക്കാനുള്ള ഒരു വഴി തിരുവചനത്തിലൂടെ നമ്മുടെ മുമ്പിൽ വെച്ചു തരികയാണ്. പൗലോസ് ശ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. പിതാക്കന്മാരോടായിട്ട് പൗലോസ് ശ്ലീഹ പറയുകയാണ്, പിതാക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, പ്രവോക്ക് ചെയ്യരുത്. ഒരു കുട്ടിയെ നീ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ അതിന് തക്ക കാരണമുണ്ടായിരിക്കണം. പ്രവോക്ക് ചെയ്യുന്ന തരത്തിലായിരിക്കരുത് നിൻ്റെ സംഭാഷണവും പ്രവൃത്തിയും. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ പുസ്തകത്തിൽ അതല്പം കൂടെ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാം പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമായിരിക്കണം. നിൻ്റെ മകനെ, നിൻ്റെ മകളെ നീ ശാസിക്കുമ്പോൾ, നീ അവരെ കറക്റ്റ് ചെയ്യുമ്പോൾ, നീ അവരെ പ്രവോക്ക് ചെയ്യുന്ന തരത്തിലായിരിക്കരുത്, മറിച്ച് സ്നേഹത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ശാസനയും ശിക്ഷണവും അതവരെ വളർത്തും. കോപത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ശാസനയും ശിക്ഷണവും കുട്ടിയെ തളർത്തും. ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും ഗുണ്ടകൾ രൂപം കൊള്ളുന്നെങ്കിൽ, കുടുംബത്തെ തകർക്കുന്ന തരത്തിൽ മക്കൾ വളരുന്നുണ്ടെങ്കിൽ, തോന്നിവാസികളായി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ പഴിക്കണം? നമ്മൾ പഴിക്കേണ്ടത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളെ തന്നെയാണ്. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ വേണ്ടത്ര ശ്രദ്ധയും പക്വതയും ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ അവർ തോന്നിവാസി കുട്ടികളായി മാറുന്നു. അവരുടെ ഹൃദയത്തിലേൽക്കുന്ന മുറിവുകൾ അവരെ മറ്റൊരു ഹിറ്റ്ലറായും മുസോളിനിയായും അങ്ങനെ തുടങ്ങി കിരാതന്മാരായി മാറ്റുന്നു. ഈ അവസരത്തിൽ പൗലോസ് ശ്ലീഹ നമ്മുടെ മുമ്പിൽ വെച്ചു നൽകുന്ന ഈ ഒരു കാര്യം, ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളൊരു ശ്രദ്ധിച്ചേക്കണേ. ഒരിക്കലും കുട്ടികളിൽ കോപം ഉളവാക്കരുത്. കാരണം അതവരെ തളർത്തും, ജീവിതത്തിൽ അവരെ നാശത്തിലേക്ക് നയിക്കും. ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും ഞാൻ ആ ബിനോയ് പറഞ്ഞ സംഭവത്തിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കുകയാണ്. അവൻ പറഞ്ഞതിങ്ങനെയാണ്: അപ്പനെപ്പോഴും എൻ്റെ സഹോദരങ്ങളെ വെച്ച് താരതമ്യം ചെയ്യും. പ്രിയപ്പെട്ടവരെ, മക്കൾ 2 or 3 ആയിക്കോട്ടെ, 3 or അതിലധികമായിക്കൊള്ളട്ടെ, ഈ കാലഘട്ടത്തിൽ മക്കൾ കുറവാണ്. അപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഈ 2 കുട്ടികൾ മിക്കവാറും 2 സ്വഭാവങ്ങളായിരിക്കും. മിക്കവാറും ഒന്ന് പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ഒന്ന് പള്ളിയിൽ പോവില്ല.
ഒന്ന് നന്നായിട്ട് പഠിക്കും, മറ്റൊന്ന് സ്കൂളിൽ പോവില്ല. ഒന്ന് എല്ലാ കാര്യങ്ങളും അനുസരിക്കും, മറ്റൊന്ന് താന്തോന്നിയായിട്ട് നടക്കും. രണ്ടും രണ്ട് സ്വഭാവ പ്രത്യേകതകൾ കാണിക്കും. അതെന്തിനു പറയേണ്ടു? മക്കളെ പറഞ്ഞിട്ടുണ്ടോ? ഭാര്യയുടെയും ഭർത്താവിൻ്റെ സ്വഭാവങ്ങളും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അവരിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന മക്കളും അപ്രകാരമുള്ള ചില സ്വഭാവ സവിശേഷതകൾ കാണിക്കും. പ്രിയപ്പെട്ടവരെ, രണ്ട് മക്കളും രണ്ട് സ്വഭാവങ്ങളാണെന്നുള്ളത് മാതാപിതാക്കൾ അംഗീകരിക്കണം. ഒന്നിനെപ്പോലെ മറ്റൊന്നാകണമെന്ന് നീ ശാഠ്യം പിടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അതോടൊപ്പം തന്നെ മക്കളെ പക്ഷപാതപരമായി നിങ്ങൾ സ്നേഹിക്കരുത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം പഴയ നിയമത്തിലെ യാക്കോബിനെ കുറിച്ചാണ്. യാക്കോബിൻ്റെ ജ്യേഷ്ഠനാണ് ഏസാവ്. ഇവരുടെ അമ്മയാണ് റബേക്ക. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന യാക്കോബിൻ്റെ പേര് തന്നെ ചതിയനെന്നാണല്ലോ പേരിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ഈ ചതിയനായ യാക്കോബിനോ കൂടെ നിന്നുകൊണ്ട് പക്ഷപാതപരമായി യാക്കോബിനെ സ്നേഹിച്ച വ്യക്തിയാണ് അവൻ്റെ അമ്മ റബേക്ക. ഏസാവിനെ പറ്റിക്കാനും ഏസാവിനെ വഞ്ചിച്ച് അവൻ്റെ അനുഗ്രഹം കരസ്ഥമാക്കാനും കൂടെ നിന്ന വ്യക്തിയാണ് റബേക്ക. ഈ റബേക്ക ഇന്ന് നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഓരോ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പറയുന്നു, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ പക്ഷപാതപരമായി നിങ്ങൾ സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിച്ചാൽ ചരിത്രത്തിൽ അത് ചെറിയ കറുത്ത പാടുകളായി അവശേഷിക്കും. അനേകരുടെ ഹൃദയത്തിൽ അത് നൊമ്പരത്തിൻ്റെ വലിയ ചാലുകൾ തീർക്കും. ആയതിനാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. മക്കളെ താരതമ്യം ചെയ്ത് നിങ്ങൾ സ്നേഹിക്കാൻ ഒരുമ്പെടരുതേ. മക്കളെ താരതമ്യം ചെയ്യുന്നത് വഴി എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ താരതമ്യം ചെയ്യുന്നത് വഴി ഒന്നും മറ്റൊന്നതിനേക്കാൾ മെച്ചപ്പെട്ടതെന്ന് പറയുന്നു. അങ്ങനെ അവകാശപ്പെടാൻ നമുക്ക് എന്ത് അർഹതയാണുള്ളത്? കാരണം 2 മക്കളുണ്ടെങ്കിൽ, 3 മക്കളുണ്ടെങ്കിൽ, ഇനി അതിനേക്കാളും മക്കളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ മക്കൾ തന്നെയല്ലേ, നിങ്ങളുടെ സ്വഭാവങ്ങൾ തന്നെയല്ലേ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ പക്ഷപാതപരമായി സ്നേഹിക്കരുത്. ഞാൻ ഓർക്കുന്നു, ഒരു വീട്ടിൽ 2 ആൺകുട്ടികൾ, 2 പേരും അൾത്താര ശുശ്രൂഷികളാണ്, പരിചയമുള്ള വീട്. അപ്പോൾ ആ വീട്ടിലൊരു ദിവസം വൈകുന്നേരം കടന്നു ചെന്നപ്പോൾ ഈ 2 ആൺകുട്ടികളുമുണ്ട്, അവരുടെ അപ്പനും അമ്മയുണ്ട്. വിശേഷങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോൾ അവരുടെ പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ ഈ അമ്മ ഞാൻ കാണെ ഒരു കാഴ്ച നടത്തി. എന്താണെന്നറിയോ? അമ്മ ഇളയ കുട്ടിയെ പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇതെൻ്റെ മോനാ, നല്ല മിടുക്കനാ, നല്ല റിസൾട്ടുണ്ട്. എന്നിട്ട് മൂത്തവനെ പിടിച്ച് തള്ളി അപ്പൻ്റെ അടുക്കലോട്ട് നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഇത് ഇതിയാൻ്റെ മകനാ, പൊട്ടൻ. നമ്മളിന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഒരു മകനെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ പറയുന്നു അമ്മ, അച്ഛാ ഇതെൻ്റെ മോനല്ല, ഇത് ഇതിയാൻ്റെ മകനാണ്, ഇവൻ പൊട്ടനാ എന്നിങ്ങനെ പറയുമ്പോൾ ആരെ അവഹേളിക്കുന്നത്? 1 അപ്പനെ, ഭർത്താവിനെ, 2 ആ കുട്ടിയെ. പൊട്ടനാണ്, മണ്ടനാണ് എന്ന് കേൾക്കുന്ന ഈ ചെറുക്കൻ പിന്നീട് പഠിക്കുമോ? മണ്ടനാണ്, പൊട്ടനാണെന്ന് കേൾക്കുന്ന ആ കുട്ടി പഠിക്കാൻ വേണ്ടി എപ്പോഴൊക്കെ പുസ്തകത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോഴും അമ്മ പറഞ്ഞ ഈ വാക്കുകൾ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഞാനൊരു പൊട്ടനാണ്, ഞാനൊരു മണ്ടനാണ്, എനിക്ക് പഠിക്കാൻ കഴിവില്ല. പ്രിയപ്പെട്ടവരെ, ചെറിയൊരു വാക്കുമതി അത് ഒരു കാടിനെ തീനാളം കത്തിച്ച് കളയുന്നത് പോലെ നമ്മൾ ഓർത്തുകൊള്ളണം. ചെറിയൊരു വാക്കുമതി ചിലരുടെ ജീവിതങ്ങളെ നശിപ്പിച്ച് കളയാം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ആളുകൾ പറഞ്ഞ ചില വാക്കുകൾ നമ്മളെ വല്ലാണ്ട് തകർത്ത് കളഞ്ഞിട്ടില്ലേ? ചെറുപ്പത്തിലാവാം കളിയാക്കി വിളിച്ച ചില പേരുകൾ മുതൽ ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞ ചില കാര്യങ്ങൾ ചിലരെയൊക്കെ വല്ലാണ്ട് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഉയരാത്ത വിധത്തിൽ അനേകർ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. മറ്റുള്ളവർ പറഞ്ഞ കുത്തുവാക്കിൻ്റെ ചില വേദനിപ്പിക്കുന്ന വാക്കുകൾ, കളിയാക്കലിൻ്റെ വാക്കുകൾ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഒരിക്കലും അവൻ മോശമാണ്, അവൾ മോശമാണെന്ന് പറയരുത്, താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ മക്കളല്ലേ അവർ. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പഠിച്ചു കൊള്ളണം. 2 മക്കളുണ്ടെങ്കിൽ തീർച്ചയായും മൂത്ത വ്യക്തിയെ ഇപ്രകാരം കൊള്ളരുതാത്തവനെന്നും കഴിവില്ലാത്തവനെന്നൊക്കെ ചട്ടം കിട്ടുമ്പോൾ ഇളയ കുട്ടി എന്ത് ചെയ്യുന്നറിയോ? ഇത് മുതലെടുക്കാനൊരു ശ്രമവും നടത്തും.
ഇത് മുതലെടുക്കാൻ ശ്രമിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലോ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളില്ലേ? മിക്കവാറും മൂത്തയാൾ തല്ലുകൊള്ളുന്നത് ആ ആളുടെ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല, ഇളയ ആളുകളുടെ ഏതെങ്കിലും തെമ്മാടിത്തരം, അവരുടെ കുറുമ്പ്, അത് മൂത്തയാളിൽ ആരോപിക്കപ്പെടും. അത് മാനുഷിക സഹജമായൊരു വാസനയാണ്. എപ്പോഴും വലുതല്ലേ തല്ലുകൊള്ളുന്നത്. ഉദാഹരണത്തിന്, നടന്നു പോകുന്ന ഒരാളെ സൈക്കിൾ യാത്രക്കാരൻ ഇടിച്ചു, അല്ലെങ്കിൽ സൈക്കിൾ യാത്രക്കാരനും വഴി യാത്രക്കാരനും തമ്മിലിടിച്ചു. വഴിയാത്രക്കാരൻ്റെ തെറ്റാണെന്ന് വിചാരിക്കുക. പക്ഷേ കാണുന്ന ആളുകൾ ആരെയാണ് കുറ്റം വിധിക്കുന്നത്? കാണുന്ന ആളുകൾ കുറ്റം വിധിക്കുന്നത് സൈക്കിളിനെയായിരിക്കും, സൈക്കിൾ യാത്രക്കാരൻ. അവൻ കാരണമാണ് ഈ വഴി യാത്രക്കാരൻ ഇടിച്ചു വീണത്, ഇവൻ്റെ കുറ്റമാണ്. കുറ്റം നേരെ തിരിച്ചാണെങ്കിലും. ഇനി നമ്മൾ ചിന്തിച്ചേ, സൈക്കിൾ യാത്രക്കാരനും ഒരു ബൈക്ക് യാത്രക്കാരനും കൂടെ വണ്ടി ഇടിച്ചു, കൂട്ടിയിടിച്ചു. കാണുന്ന ജനം ആരെ കുറ്റം പറയും? ബൈക്ക് യാത്രക്കാരനെ. ഇനി ബൈക്കുകാരനും ഒരു കാറുകാരനും കൂടി ഇടിച്ചു, ആരെ കുറ്റം പറയും? കാറുകാരനെ. കാറുകാരനും ഒരു ലോറിക്കാരനും കൂടി ഇടിച്ചു, ആരെ കുറ്റം പറയും? ലോറിക്കാരനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാനുഷികമായ സഹജമായ ഒരു ഗുണമാണെന്നല്ല, ഒരു സഹജമായൊരു വാസനയാണ്. എപ്പോഴും വലുതിനെ, മുതിർന്നതിനെ കുറ്റം പറയാനുള്ള ഒരു വാസന. പ്രിയപ്പെട്ടവരെ, തെറ്റ് ഇളയവർ ചെയ്താലും ബൈക്കുകാരൻ തെറ്റ് ചെയ്താലും പഴി മുഴുവൻ ചാരുന്നത് കാറുകാരനെയും ലോറിക്കാരനെയും എന്നതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബങ്ങളിലും അപ്രകാരം ഒരു ടെൻഡൻസി ഉണ്ട്. ഇത് ചില കുടുംബങ്ങളിൽ ഇളയവർ അതങ്ങ് മുതലെടുക്കും. അവർ നല്ല പിള്ള ചമയും, അവരാണ് എല്ലാത്തിൻ്റെയും നല്ലത്. എന്നിട്ടോ മൂത്ത വ്യക്തി, കൊള്ളരുതാത്തവൻ, ധൂർത്തൻ, തെമ്മാടി, അവനെ പടിയടച്ച് പിണ്ണം വയ്ക്കുന്ന പല അനുഭവങ്ങളും പല കുടുംബങ്ങളിൽ സംഭവിക്കും. പ്രിയപ്പെട്ടവർ, ഇത് മാതാപിതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മക്കളുടെ തലയ്ക്കകത്ത് തെറ്റായ ചിന്തകൾ പ്രവേശിക്കുകയും അവരുടെ ഉള്ളിൽ അത് മുറിവുകളായി മാറ്റപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ചാവറ കുര്യാക്കോസ് പിതാവ് ചാവരുൾ എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ, തൻ്റെ കുറിപ്പിൽ ഇപ്രകാരം എഴുതി വച്ചിട്ടുണ്ട്: കാരണവന്മാരെ, നിങ്ങളുടെ മക്കളെ വളർത്തുന്ന കാര്യം നിങ്ങളുടെ എത്രയും പ്രധാനപ്പെട്ട കാര്യവും കടമയും ആകുന്നു എന്ന് നന്നായി അറിഞ്ഞുകൊള്ളുക. മക്കൾ സർവേശ്വരൻ തമ്പുരാൻ സൂക്ഷിപ്പാനായിട്ട് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപമാകുന്നു. പ്രിയപ്പെട്ടവരെ, ചാവറ പിതാവ് ചാവരുൾ എന്ന് പറയുന്ന തൻ്റെ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: കാരണവന്മാരെ, അങ്ങനെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. മാതാപിതാക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കൈകളിൽ സൂക്ഷിപ്പാനായിട്ട് ദൈവം തമ്പുരാൻ, സർവേശ്വരൻ തന്നതാണ് നിങ്ങളുടെ മക്കളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? സൂക്ഷിപ്പാനായിട്ട് തന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല. ഏതെങ്കിലും മാതാപിതാക്കൾ ചിന്തിക്കുന്നു, ഇതല്ല എൻ്റെ കഴിവുകൊണ്ട്. തെറ്റാണ്. മനുഷ്യൻ്റെ കഴിവുകൊണ്ടല്ല. വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഉദരഫലം തമ്പുരാൻ്റെ സമ്മാനമത്രേ. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല. ദൈവം നിങ്ങളെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്താണത്. അത് സൂക്ഷിച്ച് തമ്പുരാൻ്റെ പക്കലേക്ക് കൊടുക്കേണ്ടതാണ്. അപ്പം സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യസ്ഥർ മാത്രമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം കൂടെ ശ്രദ്ധ ഈ കാര്യസ്ഥതയിൽ ആവശ്യമില്ലേ? ഈ കാലഘട്ടത്തിൽ ബാല്യകൗമാര മേഖലകളോട് ബന്ധപ്പെട്ട് ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി സംഭവങ്ങൾ സംഭവിക്കപ്പെടുന്നു. പത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. സംഭവിക്കപ്പെടുന്ന ഓരോ മുറിവുകളും, ഓരോ സംഭവങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. കഴിഞ്ഞ ദിവസം വായിച്ചു, മകൻ അമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അതിൻ്റെ കാരണവും എഴുതി വച്ചിട്ടുണ്ട്. പത്രത്തിൻ്റെ 1-ാം പേജിൽ വന്ന വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മ മകനെ ശാസിച്ചു. അമ്മ മകനെ ശാസിച്ചത് അടുത്ത വീട്ടിലെ ആളുകളോട് മകൻ വഴക്ക് കൂടിയതിൻ്റെ പേരിലാണ്. അതിനോട് ബന്ധപ്പെട്ട് ശാസിച്ചു. മകൻ ഇഷ്ടക്കേടായി മകൻ അമ്മയെ ഭിത്തിയോട് ചേർത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, പിന്നീടൊരു വാർത്തയിൽ ഇങ്ങനെ വായിച്ചിരിക്കുന്നു, ആ അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൽ തന്നെ ചെറുപ്പകാലം മുതൽ ഒത്തിരി സംഭവങ്ങളുണ്ട്, ഒത്തിരി മുറിവുകൾ ഈ കുട്ടിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ മുറിവുകളെല്ലാം ഒരു കയ്പ് നിറഞ്ഞ അനുഭവം പോലെ ആ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുകയാണ്. തിരുവചനം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്,
ഏത് തരത്തിലുള്ള മുറിവുകളെയും സൗഖ്യപ്പെടുത്താൻ കർത്താവിന് സാധിക്കുമെന്നും ഹോസിയയുടെ പുസ്തകം 14-ാം അധ്യായം 4-ാം തിരുവചനം പഠിപ്പിക്കുന്നു. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ഈ സമയത്ത് മാതാപിതാക്കളെ ഒരു തിരിച്ചറിവിനുള്ള, ചില മേഖലകളെ തിരുത്താനുള്ള ഒരവസരമായിട്ട് കണക്കാക്കുക. താരതമ്യം ചെയ്ത് മക്കളിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയോട് പറയുക, ഈശോയെ എൻ്റെ മക്കളെ സൗഖ്യപ്പെടുത്തണമേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മക്കളോട് വെറുപ്പോ വിരോധമോ വൈരാഗ്യമുണ്ടെങ്കിൽ ഈശോയുടെ പക്കൽ ആ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ഈശോയെ എൻ്റെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ചാവറ പിതാവ് പറഞ്ഞത് മറക്കരുത്. കാരണവന്മാരെ, നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ മക്കളെ തന്നിരിക്കുന്നത് സൂക്ഷിപ്പാനായിട്ട് മാത്രമാണ്. നിങ്ങൾ അവരുടെ ഉടമസ്ഥരല്ല, സൂക്ഷിപ്പാനായി മാത്രം. അങ്ങനെയെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ വളർച്ചയിലെ പ്രധാനപ്പെട്ട കാലഘട്ടം ആ കുഞ്ഞ് വളരുന്ന ബാല്യകാലം, കൗമാര കാലഘട്ടങ്ങൾ, പിന്നീട് യൗവനത്തിലേക്കും ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലേക്കും പ്രവേശിക്കുമ്പോൾ ഇന്നലകൾ കിട്ടിയ അനുഭവങ്ങൾ എപ്പോഴും ആ വ്യക്തിയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. നല്ല അനുഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് നല്ല സ്വഭാവങ്ങളായിട്ട് പെരുമാറ്റത്തിൽ സൂക്ഷിക്കപ്പെടും. ഇല്ലെങ്കിലോ കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വാക്കിലൂടെ പെരുമാറ്റത്തിലൂടെ നിങ്ങളുടെ മക്കളെ താരതമ്യം ചെയ്യുകയും കഴിവില്ലാത്തവരെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് മുറിവേൽപ്പിക്കുന്ന വ്യക്തികളായി മാറും. മുറിവേൽക്കുന്നവൻ ചരിത്രത്തിൽ എന്നും മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അതൊരു സത്യമാണ്. നിങ്ങളെടുത്ത് പരിശോധിച്ച് ഈ ലോക ചരിത്രത്തിൽ മുറിവേറ്റവരൊക്കെ അനേകം മുറിവേൽപ്പിച്ചവരാണ്. ഹിറ്റ്ലറെക്കുറിച്ചും മുസോളിനിയെക്കുറിച്ചും സദ്ദാം ഹുസൈനെക്കുറിച്ചും എന്ന് തുടങ്ങി ഏത് കിരാത പ്രവർത്തനം ചെയ്തവരെ നിങ്ങളെടുത്ത് പഠിച്ചോ, അവരുടെയൊക്കെ ജീവിതം പഠിച്ചു വരുമ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അവരുടെ ജീവിതത്തിൽ കിട്ടിയ മുറിവുകൾ, കുടുംബത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന് കിട്ടിയ മുറിവുകളാണ് ലോകത്തിന് അവർ സമ്മാനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പക്കൽ നമുക്കുത്തരവുണ്ട്. നിൻ്റെ മുറിവുകളെ തിരുമുറിവുകളാക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഈ സമയം എന്നെ കേൾക്കുന്നത് മാതാപിതാക്കളാണെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. മക്കളാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്താനുള്ള, അവരെ വെറുക്കാനുള്ള ഒരു അവസരമല്ല, മറിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരവസരമാണ്. ഇന്നലകളുടെ കൈപ്പേറിയ ഓർമ്മകൾ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഒരു സമയം, ഈശോ കൂടെയുള്ള സമയം. ഈ അവസരത്തിൽ വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞു വെച്ച ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ചാവറ പിതാവ് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ കൂടെ തമ്പുരാന് കാഴ്ചവെക്കുകയും അവരെ ഈശോ മറിയം യൗസേപ്പിൻ്റെ മധ്യസ്ഥതയിൽ ഏൽപ്പിക്കുകയും അവർക്ക് വേണ്ടി കൂടെ കൂടെ അപേക്ഷിക്കുകയും ചെയ്യണം. ചാവറ പിതാവ് ചാവരുൾ എന്ന് പറയുന്ന കുറിപ്പിൽ അങ്ങനെ എഴുതുമ്പോൾ അതിനൊരു കാരണമുണ്ട്. ഈ ജീവിതത്തിൽ എല്ലാ മാതാപിതാക്കളും ദിവസവും ചെയ്യേണ്ട കാര്യം മക്കളെ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കണം. ആ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ആ മക്കളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അവരെ സ്നേഹിക്കണം. അവരുടെ മുറിവുകളെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മുറിവുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ലോകം ഇന്ന് ആഗ്രഹിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു ഹീലിംഗ് മിനിസ്ട്രിയാണ്, സൗഖ്യ ശുശ്രൂഷയാണ്. നമ്മിലൂടെ അത് ആരംഭിക്കാം. ദൈവം സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.